ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ കൂടപ്പിറപ്പുകളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കു വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ദൈവവുമായി ഏറ്റവും അധികമായി അടുക്കുന്നതിന് ഉള്ള സഹായമാണ്. പ്രാർത്ഥിച്ചാൽ ഏത് കാര്യത്തിനും പ്രതിവിധി ഉണ്ടാകും. പ്രാർത്ഥനയിൽ ഏത് വിഷയങ്ങൾക്കും ഉത്തരം ലഭിക്കും. അതിനാൽ പ്രാർത്ഥന ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റി ഏത് അവസ്ഥയിലും പരാജയത്തിലും വിജയത്തിലും നന്മയിലും തിന്മയിലും തകർച്ചയിലും ഉയർച്ചയിലും പ്രാർത്ഥന ഒരു ശീലമാക്കി നമുക്ക് മാറ്റാൻ ശ്രമിക്കണം. നിന്റെ മനസ്സിൻ്റെ തേങ്ങൽ കർത്താവ് അറിയുന്നു. നിന്റെ സങ്കടങ്ങൾ കർത്താവ് ഏറ്റെടുത്തിരിക്കുന്നു. ആരൊക്കെ പ്രാർത്ഥനയിലൂടെ കർത്താവിനോട് സംസാരിക്കുന്നുവോ അവ കർത്താവ് കേട്ടിരിക്കുന്നു. ആരൊക്കെ നിന്നെ മുറിപ്പെടുത്താൻ ശ്രമിച്ചാലും നിന്റെ മനസ്സിൻ്റെ മുറിവുണക്കാൻ കർത്താവ് നിന്റെ കൂടെയുണ്ട്. നീ ഒറ്റയ്ക്കാണ് എന്നോർത്ത് ഈ രാത്രിയിൽ വിഷമിക്കരുത്. നിന്റെ ഭാരപ്രയാസങ്ങൾ കർത്താവ് അറിയുന്നു. നിന്റെ നിശബ്ദമായ സഹനങ്ങളിൽ കൂടി അവിടുന്ന് നിന്നെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. നിന്റെ സഹനങ്ങളിൽ കൂടി വലിയ ഉയർച്ചയിലേക്കാണ് കർത്താവ് നിന്നെ നയിക്കുന്നത്. ഈ ജീവിതം ഹ്രസ്വമാണ്. അതിനാൽ ഓരോ സഹനങ്ങളും കർത്താവിൽ നിന്നും നന്ദിയോടെ സ്വീകരിച്ച്, കർത്താവെ, ഈ സഹനങ്ങളിൽ കൂടി നീ എന്താണ് എന്നിൽ നിന്നും ആഗ്രഹിക്കുന്നത് എന്നറിഞ്ഞ് ഓരോരുത്തർക്കും ദൈവമകനും ദൈവമകളുമാകുന്നതിന് ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ രാത്രിയിൽ നമ്മെ സഹായിക്കട്ടെ. നിന്റെ എല്ലാ ആവശ്യങ്ങളും പ്രാർത്ഥനയിൽ കൂടി ദൈവസന്നിധിയിലേക്ക് എത്തിക്കുക. തീർച്ചയായും നിന്റെ ജീവിതത്തിന് തന്നെ വലിയ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും വലിയ മാറ്റങ്ങൾ പ്രാർത്ഥനയിൽ കൂടി സംഭവിച്ചിരിക്കും. വിശ്വാസത്തോടെ ഈ രാത്രിയിൽ ദൈവമേ നല്ലൊരു ഉറക്കം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നാളത്തെ നിയോഗങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുത്തെ തിരുവചനം നമുക്ക് ശ്രവിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 39 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ പറഞ്ഞു, നാവുകൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ ഞാൻ എൻ്റെ വഴികൾ ശ്രദ്ധിക്കും. എൻ്റെ മുൻപിൽ ദുഷ്ടർ ഉള്ളിടത്തോളം കാലം നാവിന് ഞാൻ കടിഞ്ഞാണിടും. ഞാൻ മൂകനും നിശബ്ദനുമായിരുന്നു. എൻ്റെ നിശബ്ദത നിഷ്ഫലമായി. എൻ്റെ സങ്കടം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. എൻ്റെ ഉള്ളിൽ ഹൃദയം തപിച്ചു. ഞാൻ ചിന്തിച്ചപ്പോൾ അത് കത്തിജ്വലിച്ചു. ഞാൻ സംസാരിച്ചു, കർത്താവേ, അവസാനം എന്തെന്നും എൻ്റെ ആയുസ്സിൻ്റെ ദൈർഘ്യം എത്രയെന്നും എന്നെ അറിയിക്കണമേ. എൻ്റെ ജീവിതം എത്ര ക്ഷണികമാണെന്ന് ഞാൻ അറിയട്ടെ. ഇതാ, അവിടുന്ന് എൻ്റെ ദിവസങ്ങൾ ഏതാനും അങ്കുലം മാത്രമാക്കിയിരിക്കുന്നു. എൻ്റെ ജീവിതകാലം അങ്ങയുടെ ദൃഷ്ടിയിൽ ശൂന്യപ്രായമായിരിക്കുന്നു. മനുഷ്യൻ ഒരു നിശ്വാസം മാത്രം. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ രാത്രിയിൽ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളുടെ ഹൃദയം തുറക്കാൻ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഈ പ്രാർത്ഥനയിൽ കൂടി അവിടുന്ന് അനുവദിച്ചതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം മുഴുവനും കർത്താവേ, നീ ഞങ്ങളുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്തു. വലിയ തകർച്ചയിൽ നിന്നും ഞങ്ങൾക്കൊരു ഉയർച്ച നൽകി. വലിയ ദുഃഖത്തിൽ നിന്ന് ഞങ്ങൾക്ക് സന്തോഷം നൽകി. അത്ഭുതകരമായി നീ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ നീ ഇന്ന് ചെയ്തു. പല വ്യക്തികളെ നീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അയച്ച് ഞങ്ങളുടെ ദുഃഖത്തിന് അറുതി വരുത്തി. നിന്റെ സന്തോഷം കൊണ്ട് ഞങ്ങളെ നിറച്ചു. അതിനായി കർത്താവേ, അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. ദൈവമേ, ഈ ഹ്രസ്വമായ ജീവിതത്തിൽ ഒറ്റപ്പെടലും കുറ്റപ്പെടുത്തലുകളും സഹനങ്ങളും തകർച്ചകളും അപമാനങ്ങളും
ഉണ്ടാകുമ്പോൾ കർത്താവെ, പ്രയാസപ്പെട്ട് ദുഃഖിച്ച് വേദനിച്ച് മാറി ജീവിതത്തിൽ നിന്നും അകന്നു പോകാൻ ശ്രമിക്കാതെ, ഈ തകർച്ചകളെ അനുവദിച്ച, ഈ സഹനങ്ങളെ അനുവദിച്ച ദൈവത്തിൻ്റെ വലിയ പദ്ധതി മനസ്സിലാക്കാൻ ഉള്ള കൃപ നൽകി ഞങ്ങൾ ഓരോരുത്തരും ദൈവമകനും ദൈവമകളുമായി മാറേണ്ടതിന് ആവശ്യമായ മാറ്റങ്ങൾ ഞങ്ങൾക്ക് വരുത്തുന്നതിന് കർത്താവേ, ഈ സഹനങ്ങളെ ഉപയോഗിക്കുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യമായ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ എൻ്റെ കർത്താവെ നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ നീ ഈ മക്കളുടെ ജീവിതത്തിൽ ഇടപെടണമേ. ഇവർക്ക് മനസ്സിന് സന്തോഷം നൽകി, സമാധാനം നൽകി, അവരുടെ ജീവിതത്തിന് അർത്ഥമുണ്ട് എന്ന് മനസ്സിലാക്കി കൊടുത്ത് നീ ഈ മക്കളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഇവരുടെ സഹനങ്ങളിൽ ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഈ രാത്രിയിൽ നീ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. നല്ലൊരു ഉറക്കം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും ഈ രാത്രിയിൽ അനുഗ്രഹിക്കണമേ. നാളത്തെ ഞങ്ങളുടെ നിയോഗങ്ങളെ നീ ഏറ്റെടുത്ത് വലിയ കാര്യങ്ങൾ നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് നീ മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ചുറ്റിലും നടക്കുന്ന കാര്യങ്ങളെ നീ അറിയുന്നു. ഞങ്ങൾക്കെതിരെയുള്ള ശത്രുവിൻ്റെ പോരാട്ടങ്ങളെ നീ അറിയുന്നു. കർത്താവേ, ഞങ്ങൾ നിന്റെ സന്നിധിയിൽ നിശബ്ദമായി ശാന്തമായി കാത്തിരിക്കും. നീ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനാൽ തന്നെ മനുഷ്യരുടെ പ്രവൃത്തികളെ ഓർത്ത് വേദനിക്കാതെ, ദൈവത്തിൻ്റെ മഹാത്ഭുതങ്ങളെ ഓർത്ത്, ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞ് ഇനിയുള്ള ഞങ്ങളുടെ ഈ കൊച്ചു ജീവിതത്തെ നീ ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ മനസ്സിന് സമാധാനം നൽകി, ഹൃദയത്തിൻ്റെ മുറിവുകൾ ഉണക്കി, ശരീരത്തിന് സൗഖ്യം നൽകി, സന്തോഷം നൽകി, നല്ല ഒരു ഉറക്കം നൽകി അനുഗ്രഹിക്കണമേ. എല്ലാവരുടെയും ഹൃദയ മുറിവുകളെ ഉണക്കി സ്വസ്ഥത നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ ആവശ്യങ്ങളെയും കർത്താവേ ഏറ്റെടുത്ത് ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ, ആശീർവദിക്കണമേ. ഈ രാത്രിയിൽ നിരാശ കൂടാതെ, ഭയം കൂടാതെ നിന്റെ കരം പിടിച്ച് ഉറങ്ങുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങളെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ബലഹീനതകളെ, പാപങ്ങളെ ക്ഷമിച്ച് കർത്താവേ, ദൈവത്തിൻ്റെ മകനും മകളുമായി മാറുന്നതിനാവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ ഞങ്ങളെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്ത് ഈ രാത്രിയിൽ ഞങ്ങളെ നീ വിശുദ്ധീകരിക്കണമേ, അനുഗ്രഹിക്കണമേ, സംരക്ഷിക്കണമേ. ഈ രാത്രിയിൽ യാത്രയിലായിരിക്കുന്നവർക്ക് പ്രത്യേക സംരക്ഷണം നൽകണമേ. അവരുടെ വാഹനങ്ങളെ നീ സംരക്ഷിക്കണമേ. നാളത്തെ ഞങ്ങളുടെ നിയോഗങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു. വലിയ ദൈവാനുഗ്രഹങ്ങളുടെ ദിവസമാക്കി മാറ്റണമേ എന്നും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഈ സമയം അവിടുന്ന് ഏറ്റെടുത്ത് കേട്ടുകൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. എല്ലാം ദൈവമഹത്വത്തിനു വേണ്ടി കർത്താവേ അങ്ങേക്ക് സമർപ്പിക്കുന്നു. നല്ലൊരു ഉറക്കം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ
സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ ദുഃഖവും മറന്ന്, നിരാശ മറന്ന്, ഭയം കൂടാതെ സന്തോഷത്തോടെ സമാധാനത്തോടെ നല്ലൊരു ഉറക്കം നൽകി അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളത്തെ ദിവസം ദൈവാനുഗ്രഹങ്ങൾ നിറഞ്ഞ, ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നിറഞ്ഞ, സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും ദിവസമാക്കി കർത്താവ് മാറ്റട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരോടും കൂടെ, നിങ്ങളുടെ കുടുംബാംഗങ്ങളോടുകൂടെ, നിങ്ങളുടെ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഈ പ്രാർത്ഥന നിങ്ങൾ കേൾക്കുക, പ്രാർത്ഥിക്കുക, ഷെയർ ചെയ്യുക. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും. ഗുഡ് നൈറ്റ് ആൻഡ് ഗോഡ് ബ്ലെസ് യു.